ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കടമയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ, വോട്ടെണ്ണൽ ബുധനാഴ്ച. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉച്ചയ്ക്ക് ശേഷം ഹരിയാനയിൽ എത്തുന്ന ശ്രീ മോദി പാനിപ്പത്തിൽ ഭീമ സഖി യോജനയ്ക്ക് തുടക്കം കുറിക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടരുന്നു. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായതോടെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം അദാനി ഗ്രൂപ്പിനെതിരെയുള്ള കൈക്കൂലി ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ച് INDIA സഖ്യം എംപിമാർ ഇന്ന് പാർലമെന്റിന് പുറത്തും പ്രതിഷേധ പ്രകടനം നടത്തി. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥരുടെ മോശം സമീപനം സർക്കാർ അംഗീകരിക്കില്ലെന്നും അത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കടമയാണെന്നും പ്രശ്നപരിഹാരം ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരസ്ഥാനങ്ങളിലുള്ളവരും അധികാരത്തിന്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത്. പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം. പ്രശ്നപരിഹാരം അവരുടെ അവകാശമാണ്. പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. സർക്കാരിന്റെ ബാധ്യത എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗമായാണ് താഴെയുള്ള വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നത്. അവരെല്ലാം സർക്കാരിന്റെ പ്രതിനിധികളാണ്. അപ്പോൾ സർക്കാർ എന്ന നിലക്ക് സ്വീകരിക്കേണ്ടത് ഇത്തരമൊരു സമീപനമാണ്. പരാതി പരിഹാര നടപടികൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്ത് ഓൺലൈൻ സംവിധാനം ശക്തമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് അദാലത്തിന് തുടക്കമായി. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമാവുന്ന ഏത് പ്രവർത്തനത്തിനും സർക്കാർ ഒരുക്കമാണെന്ന് കോഴിക്കോട് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അദാലത്തുകളിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്നും ബോധപൂർവം വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി P രാജീവ് പത്തനംതിട്ട അദാലത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈനായി സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, മാലിന്യമുക്ത നവകേരളം എന്നിവ സംബന്ധിച്ച സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുമാണ് പുരസ്കാരം നേടിയത്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും നടത്തിയ ഇടപെടലുകളാണ് കിലയെ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ IAS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ കിലയ്ക്ക് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകൾക്കാണ് കിലയെ ദേശീയ തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹമാക്കിയിരിക്കുന്നത്. ഈ അവാർഡിലൂടെ കിലയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അവാർഡിന്റെ ഭാഗമായി സമ്മാനദാനം ഈ വരുന്ന 11-ാം തീയതി ഡൽഹി വിജ്ഞാൻ ഭവനിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ബുധനാഴ്ചയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയ ചെയർമാനായ 16ാം ധനകാര്യ കമ്മീഷന്റെ കേരള സന്ദർശനം തുടരുന്നു. ഇന്ന് കോട്ടയം ജില്ലയിൽ സംഘം സന്ദർശനം നടത്തും. വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന സംഘം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ 8 മണിവരെ 30,000-ലേറെ തീർത്ഥാടകർ ദർശനം നടത്തി. തത്സമയ ബുക്കിംഗിലൂടെ 6,289 പേരും ദർശനത്തിനെത്തി. ശബരിമലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സിഗരറ്റ്, പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് 22 ദിവസത്തിനുള്ളിൽ 1,563 പേർക്കെതിരെ നടപടിയെടുത്തതായി എക്സൈസ് അറിയിച്ചു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 13 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. മണ്ഡലകാലം മുഴുവൻ കർശന പരിശോധന തുടരുമെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പമ്പയിൽ സ്ത്രീകൾക്ക് ഒരു വിശ്രമ കേന്ദ്രമെന്ന ആവശ്യത്തിന് പരിഹാരം. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് 50 സ്ത്രീകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാവുന്ന വിശ്രമ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. എരുമേലി പമ്പാവാലിയിൽ കാർ പാഞ്ഞുകയറി 3 ശബരിമല തീർത്ഥാടകർക്ക് പരിക്കേറ്റ തമിഴ്നാട് സ്വദേശികളിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പമ്പാവാലി പാലത്തിന് സമീപം വഴിയരികിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തീർത്ഥാടകർക്കുമേൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിന്റെ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. മസ്കറ്റിൽ നടക്കുന്ന വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ക്ലോവർ ലീഫ് മോഡൽ നിർമ്മിതിക്ക് ദേശീയപാത അതോറിറ്റി അനുമതി നൽകി. പദ്ധതി ഉടൻ നടപ്പാകുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ റോഡ് റെയിൽ മാർഗം കൊണ്ടുപോകുന്നതിനും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തുറമുഖ പദ്ധതി പ്രദേശത്ത് നിന്ന് ബാലരാമപുരം വരെ നീളുന്ന ഭൂഗർഭ റെയിൽപാതയ്ക്കും പാരിസ്ഥിതിക സാമൂഹ്യ ആഘാത പഠനങ്ങൾ പൂർത്തിയാക്കി അംഗീകാരമായിട്ടുണ്ട്. പദ്ധതി പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലേക്കുള്ള കണക്ടിവിറ്റിയാണ് സർവീസ് റോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ദേശീയപാതയോട് ചേരുന്ന ഭാഗത്താണ് ഗതാഗതം സുഗമമാക്കുന്നതിന് ക്ലോവർ ലീഫ് മാതൃകയിൽ നിർമ്മാണം നടത്തുന്നത്. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സംസ്ഥാനത്തെ ആദ്യ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് പതാക ഉയരും. പ്രതിനിധി സമ്മേളനം നാളെ രാവിലെ പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പൊതുസമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനവും നടക്കുക. ഏപ്രിലിൽ മധുരയിലാണ് CPIM പാർട്ടി കോൺഗ്രസ്. BJP കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തയ്യാറെടുപ്പുകൾ ചർച്ചയായേക്കുമെന്ന് പാർട്ടി നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ V മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അനുരഞ്ജന നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ ഇന്ന് വൈകിട്ട് നടത്താൻ തീരുമാനിച്ച സമവായ ചർച്ചയിൽ നിന്ന് ലീഗ് വിരുദ്ധ വിഭാഗം പിന്മാറി. ലീഗ് അനുകൂലികൾ ഇന്ന് പാണക്കാട് എത്തിയിരുന്നു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ ചില സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. ഇന്ന് രാവിലെ ഇമെയിൽ വഴിയാണ് ഭീഷണി എത്തിയത്. ഇതേ തുടർന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയും അഗ്നിരക്ഷാസേനയെ വിളിച്ചുവരുത്തുകയും ചെയ്തു. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITI, കൊല്ലം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITI എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേളയ്ക്ക് തുടക്കമായി. കൊല്ലത്തെ മേളയിൽ 200-ലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. PWD റോഡ് ഡിവിഷൻ, KSEB ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള 15ഓളം സ്ഥാപനങ്ങൾ പരിശീലന അവസരദാതാക്കളായി എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപ ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കടമയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. വോട്ടെണ്ണൽ ബുധനാഴ്ച. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.